ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആർ സി മല്ലു. ഇന്ന് ഞാനൊരു ക്വിക്ക് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ എൻ്റെ ചാനലിൽ കുറച്ച് ദിവസം മുമ്പ് രണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്രോളറുകൾ പരിചയപ്പെടുത്തേണ്ടായി. അതാണ് ഈ രണ്ടെണ്ണം. ഒന്ന് എച്ച് ബി ടോയ്സിൻ്റെ ഈ റുബിക്കൺ മോഡലും, അതുപോലെ തന്നെ ഈ ക്യാമൽ ട്രോഫി ക്ലോൺഡ് വെർഷൻ. ഇത് രണ്ടും ക്ലോൺഡ് വെർഷനാണ്. ഈ ക്ലോൺഡ് വെർഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം, ഒറിജിനലിൻ്റെ തന്നെ അതേ ഒരു ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഉണ്ടാവണമെന്നില്ല, പക്ഷേ എക്സ്റ്റേണലി മൊത്തം അതുപോലെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ക്യാമൽ ട്രോഫിയുടെ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ പോലും സെയിം ആ ക്യാമൽ ട്രോഫിയുടെ അതേ കളറ്, അതേപോലെ തന്നെ അതിൻ്റെ സ്റ്റിക്കറിങ് ആയാലും, പക്ഷേ പേരൊക്കെ വ്യത്യാസം ഉണ്ടെന്ന് മാത്രം, അത്രേ ഉള്ളൂ. അതുപോലെ റുബിക്കോൺ എടുത്താൽ പോലും സെയിം അതുപോലെയൊക്കെ തന്നെയാണ് ഇത് ഇരിക്കുന്നത്. പിന്നെ ഇപ്പം ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്, ഇപ്പോൾ ഈ ക്യാമൽ ട്രോഫി ഇതൊരു തീർത്തൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി, ഏകദേശം ഒരു 15,000 ഒരു 20,000 താഴെ മാത്രം വില വരുന്ന ഒരു ക്രൗളറാണ്. ഇതിന് കുറേ ഡ്രോബാക്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഇതിൽ പറയാൻ ഉദ്ദേശിക്കുകയാണ്. അതേപോലെ ഇത് രണ്ടും 1:10 ഇതാണ് സ്കെയിലാണ് പറഞ്ഞത്. പക്ഷേ രണ്ടും 1:10 ആണെങ്കിലും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് ഇച്ചിരി കൂടി ബിഗാണ്. പിന്നെ പൈസ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ട്രിബിൾ കൊടുക്കണം ഇതിന്, കേട്ടോ. അപ്പോൾ ഇത് കൊടുക്കണതിൻ്റെ 3 ഇരട്ടി കൊടുത്താലാണ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെതായ ഫീച്ചേഴ്സും ഇതിൽ ഇൻബിൽറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് ആദ്യമേ തന്നെ ഇതിനെക്കുറിച്ച് പറയാം. ഈ ക്യാമൽ ട്രോഫി ഇത് എക്സ്റ്റേണലി നോക്കുമ്പോൾ എല്ലാം നമുക്ക് ഭയങ്കര പെർഫെക്റ്റ് ആണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയുടെ ബോഡിക്ക്, അതായത് ചേസ് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം അത്ര ഒരു വെയിറ്റ് ഇല്ലാത്തൊരു മോഡലാണ്. അതായത് ഇതിൻ്റെ എല്ലാം തന്നെ പ്ലാസ്റ്റിക് കൊണ്ടാണ്. ആകെ ഒരു ഡ്രൈവ് ഷാഫ്റ്റ് മാത്രമേ ഉള്ളൂ മെറ്റലായിട്ട്. പിന്നെ ബെയറിങ്സും അങ്ങനെ കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ ഇതിൽ മെറ്റലായിട്ട്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മളൊരു ഹില്ല് ക്ലൈംബ് ചെയ്യുമ്പോൾ വണ്ടിക്ക് മാക്സിമം ഗ്രിപ്പ് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ വണ്ടി സ്ലിപ്പായി പോവല്ലാണ്ട് നമുക്ക് ക്രൗളിംഗ് ഫീച്ചർ എന്ന് പറയാൻ നമുക്കൊരു ഹില്ലി ആയിട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടുന്നില്ല. പ്രത്യേകിച്ച് നല്ല ഉറപ്പില്ലാത്തൊരു മണ്ണിൽ, ഹില്ലി ആയിട്ടുള്ള ഒരു ഉറപ്പില്ലാത്ത മണ്ണിൽ. ഉറപ്പുള്ള മണ്ണിൽ കയറി പൊക്കോളും, കാരണം അതിനുള്ള പവറുണ്ട്. കാരണം ഇത് രണ്ടും 540 കാറ്റഗറിയിൽ വരുന്ന മോട്ടറാണ്. മോട്ടറിൻ്റെ ഇത് വളരെ എന്താ പറയുക, നല്ലൊരു മോട്ടർ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം പവർ ഉണ്ട് വണ്ടിക്ക്. പക്ഷേ വണ്ടിയുടെ മെയിൻ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വെയിറ്റ് കുറവാണ്. ഇതിന് വെയിറ്റ് കുറവായതുകൊണ്ടുള്ളൊരു പ്രശ്നം മാത്രമാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് അപ്ഗ്രേഡ് ചെയ്ത് ക്യാമൽ ട്രോഫിയുടെ ആ ലെവലിലോട്ട് എത്താം. അപ്പോൾ പൈസ ഏകദേശം ആ റേറ്റിൻ്റെ അടുത്ത് തന്നെ വരും. ബാക്കി വെച്ച് നോക്കുമ്പോൾ എക്സ്റ്റേണലി ഇതൊരു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. പിന്നെ ഇനി നമുക്ക് സ്കിൽഡ് മാനുവറിൽ വേണമെങ്കിൽ ഇതിന് വെയിറ്റ് കൊടുക്കാൻ സാധിക്കും. നമ്മളിതിൻ്റെ ഈ ബോഡി ഊരിയതിന് ശേഷം നമുക്ക് ഇവിടെ മഡ്ഗാർഡിൻ്റെ മേളിലായിട്ട് നമുക്ക് സാധാരണ വണ്ടികളിൽ വീൽ ബാലൻസിങ് സമയത്ത് നമ്മൾ ആ വണ്ടിയുടെ റിമ്മിൻ്റെ അകത്ത് നമ്മൾ ഈയത്തിൻ്റെ കട്ട ഉപയോഗിക്കാറുണ്ട്. ഈയത്തിൻ്റെ കട്ട ഇങ്ങനെ സ്റ്റിക്കർ ഒട്ടിച്ച് ബാലൻസ് ചെയ്യാറുണ്ട്. അതുപോലെ വേണമെന്നുണ്ടെങ്കിൽ ഈക്വലായിട്ട് 4 ടയറിൻ്റെ മേളിലെ ആ മഡ് ഫ്ലാപ്പ് ആ ഭാഗത്ത് അല്ലെങ്കിൽ ബോഡിയുടെ ഏതെങ്കിലും ഭാഗത്ത് ബാലൻസ് ചെയ്തോളാം. അതായത് കറക്റ്റ് പ്രൊപ്പോർഷനിൽ എത്രണ്ണം ഇവിടെ എടുക്കുന്നോ അതുപോലെ തന്നെ കറക്റ്റ് വെയിറ്റിൽ 4 സ്ഥലത്ത് ഒട്ടിക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ കൂടി നമുക്ക് വെയിറ്റ് വണ്ടിക്ക് കൊടുക്കാൻ സാധിക്കും. അങ്ങനെ വെയിറ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ വണ്ടിക്ക് ഗ്രിപ്പ് റോഡിൽ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെയുള്ള ഇതിൻ്റെ ഒരു ഡ്രോബാക്കാണ്, നല്ല സ്പീഡിൽ പോയിട്ട് നമ്മൾ ടേൺ ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു വണ്ടി അങ്ങ് പെട്ടെന്ന് മറിഞ്ഞു പോകും. റോൾ ഓവർ ഭയങ്കരമായിട്ട് വണ്ടിക്കുള്ളതാണ്. അപ്പോൾ അതും ഈ വെയ്റ്റ്ലെസ്സിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ ഈ വെയ്റ്റ്ലെസ് നമുക്ക് ഈ രീതിയിൽ നമുക്കൊന്ന് പരിഹരിക്കാൻ പറ്റും. അതല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഷാഫ്റ്റുകളും ലിങ്ക് റോഡ്സും എല്ലാം മെറ്റലാക്കി, അതേപോലെ ബാക്കി എല്ലാം മെറ്റലാക്കി കഴിയുമ്പോൾ ചേസ് വരെ മെറ്റലാക്കണം. കാരണം ചേസും മെറ്റലല്ല, ഹാർഡ് പ്ലാസ്റ്റിക്സിലാണ് വരുന്നത്. അങ്ങനെ എല്ലാം മാറ്റി കഴിയുമ്പോൾ നമുക്ക് പ്രൈസും കൂടും, വണ്ടിയുടെ വെയിറ്റും കൂടും. പിന്നെ ഇതിലോട്ട് വരികയാണെങ്കിൽ ഇതിനെനിക്ക് പറയത്തക്ക ഡ്രോബാക്ക് എനിക്കൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഒന്ന്, വണ്ടിക്ക് മെയിൻലി നല്ല കനമുണ്ട്. ഏകദേശം 3 കിലോൻ്റെ അടുത്ത് തന്നെ വെയിറ്റ് വണ്ടിക്കുണ്ട്. അതേപോലെ ഇതിൻ്റെ ഫീച്ചേഴ്സ് ആണെങ്കിൽ പോലും ഇതിൻ്റെ ഡിഫറൻഷ്യൽ ലോക്കുകൾ നമുക്ക് ഇൻഡിവിജ്വലി ഞാൻ ഇത് റിമോട്ടിൽ കാണിക്കാം. ഇപ്പോൾ ഇതായിട്ടുണ്ട്. നമുക്കിത് ഇപ്പോൾ ഫ്രണ്ട് ഡിഫറൻഷ്യൽ ലോക്ക് ചെയ്യാം, റിയറും ഡിഫറൻഷ്യൽ ലോക്ക് ചെയ്യാം. അതേപോലെ നമുക്ക് വണ്ടിയുടെ ലോ ഗിയറും ഹൈ ഗിയറും ഈ 3 സ്വിച്ചുകളും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഈ റിമോട്ടിൽ നമുക്ക് അവൈലബിൾ ആണ്. അതേസമയം നമുക്ക് ഈ റിമോട്ടിൽ വരുമ്പോൾ, അതായത് ഈ കാറിൻ്റെ റിമോട്ടിൽ വരുമ്പോൾ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് ലോ ഗിയറോ ഹൈ ഗിയർ ഇല്ല. ഓൾ ടൈം
സെയിം ഒരു പ്രൊപ്പോർഷനിൽ തന്നെയാണ് ഇത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആകെ ത്രോട്ടിൽ മാത്രം പയ്യെ അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ച് നമുക്ക് വണ്ടിയുടെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് ഇതിൻ്റെ സ്ട്രെങ്ത്ത് നമ്മളൊന്ന് ഇന്ന് ടെസ്റ്റ് ചെയ്യുകയുണ്ടായി. രണ്ട് വണ്ടിയുടെയും പവർ എങ്ങനെയുണ്ടെന്ന് നമുക്ക് അതിൻ്റെ മോട്ടറിൻ്റെ പവർ ഞങ്ങൾ രണ്ട് വണ്ടിയുടെ എങ്ങനെയുണ്ടെന്ന് നോക്കി. നമുക്ക് ആ വീഡിയോയിൽ നോക്കുമ്പോൾ ഏകദേശം പവർ, കാരണം കാറ്റഗറി രണ്ടും സെയിം ആണ്. 540 റേഞ്ചിൽ വരുന്ന രണ്ട് മോട്ടറുകളാണ്, രണ്ടിലും ബ്രഷ്ഡ് മോട്ടേഴ്സാണ് രണ്ടിലും യൂസ് ചെയ്യണേ. അതുകൊണ്ട് രണ്ടിൻ്റെയും ഏകദേശം പവറൊക്കെ സെയിം ആണ്. പക്ഷേ നമുക്ക് ക്രൗളിംഗ് ഫീച്ചർ നമുക്ക് കൂടുതലും നല്ലത് ഇതുപോലത്തെ വണ്ടിയാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ ഷോക്ക് അപ്സർ. ഇതൊരു ജസ്റ്റ് ഒരു സ്പ്രിങ് ഷോക്ക് അപ്സറാണ്. അതിൻ്റേതായ ഒരു ആർട്ടിക്കുലേഷനൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ വണ്ടി ഇട്ട് കഴിഞ്ഞാൽ കണ്ടോ ഈ ജമ്പിങ് ഒരു എന്താ പറയുക, ഈ ജമ്പിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ അതിൽ ഫീൽ ചെയ്യുന്നത്. നല്ല സ്പീഡിൽ പോകുമ്പോൾ വണ്ടി ഇങ്ങനെ ജമ്പ് ചെയ്താൽ അതിൻ്റെ ഒരു ഡ്രോബാക്കാണ്. ഡിഫറൻഷ്യൽ ലോക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വണ്ടി ഇപ്പോൾ കയറ്റത്ത് വെച്ചാൽ പോലെ ഇങ്ങനെ ഊർന്നിറങ്ങിപ്പോരും. അതൊരു നെഗറ്റീവാണ്. ഇത് ഈ ക്രൗളറിനെ സംബന്ധിച്ച് നമുക്ക് പിന്നെ പൈസ നമുക്ക് കുറവാണ്. അത് വെച്ച് നോക്കുമ്പോൾ ബിഗിനേഴ്സിനെ സംബന്ധിച്ച് നല്ലൊരു ഓപ്ഷനാണ്. കാരണം വണ്ടിക്ക് സൈസ് ഉണ്ട്, ഹാർഡ് കേസാണ്, ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. എക്സ്റ്റേണലി കാണാനായാലും ഭംഗിയുണ്ട്. അതേസമയം നമ്മൾ ഇതുപോലെ എടുക്കുകയാണെങ്കിൽ ഇത് ഓയിൽ ഫിൽഡ് ആയിട്ടുള്ള ഒരു ഷോക്ക്, നല്ല ഷോക്കാണ്. ആർട്ടിക്കുലേഷൻ എന്ന് പറയുമ്പോൾ ഏകദേശം ഇതുണ്ട്. അപ്പോൾ നമ്മൾ ഈ സൈഡ് ഞാൻ ഇവിടെ നിന്ന് പൊക്കുവാണെങ്കിൽ പോലും ഇത്രയും പൊങ്ങിയിട്ടും വണ്ടി എല്ലാ വീലുകളും നിലത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ പിന്നെ ഡിഫറൻഷ്യൽ ലോക്ക് ഇപ്പോൾ ലോക്കായിട്ട് കിടക്കുന്നുണ്ട് കണ്ടോ. വണ്ടി നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ഇറക്കി ഈ തുമ്പത്ത് വെച്ചാൽ പോലും വണ്ടി ഡ്രാഗ് ചെയ്ത് ഇറങ്ങി പോരില്ല. അപ്പോൾ അതൊരു നല്ലൊരു ഫീച്ചറാണ്. അപ്പോൾ ക്രൗളറെ സംബന്ധിച്ച് ആവശ്യമുള്ളൊരു കാര്യമാണ് ഇത്. പിന്നെ നമ്മൾ അടുത്തെടുത്ത് പറയേണ്ട കാര്യമാണ് ഇതിൻ്റെ ലൈറ്റിംഗ് സംവിധാനം. ഇതെല്ലാം ഓൺ സ്റ്റോക്ക് വരുന്നതാണ്. അപ്പം നമ്മൾ ഒരു ടാക്സാസോ അതല്ലെങ്കിൽ FMSൻ്റെ വണ്ടികൾ എടുക്കുകയാണെങ്കിൽ ഇതെല്ലാം നമ്മൾ അഡീഷണലി നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടി വരും. അത് നമുക്ക് കൂടുതൽ എക്സ്പെൻസ് ആവുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനെപ്പറ്റിയുള്ള ഒരു ക്യുക്കായിട്ടുള്ളൊരു കമ്പാരിസൺ. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്തോ, അപ്പോൾ ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമുക്ക് ക്യുക്കായിട്ടുള്ള ഒരു കമ്പാരിസൺ. അപ്പോൾ ഇതിൻ്റെ 2-3 വീഡിയോസ് ഞാൻ ഇതിനോടൊപ്പം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റെഡി സ്റ്റാർട്ട്. ഓക്കെ. യെസ് മതി. നമുക്ക് ഈ റോഡിൻ്റെ ഈ മീഡിയനിലോട്ട് ഈ വണ്ടി ഒന്ന് കയറ്റി വെക്കാം. അപ്പോൾ വണ്ടിയുടെ ഹൈറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും. വണ്ടിയുടെ ഏകദേശം വണ്ടിയുടെയൊക്കെ മുകളിൽ ഹൈറ്റ് ഉണ്ട് ഈ മീഡിയന്. അപ്പോൾ നമുക്ക് അതുകൊണ്ടാണ് ഞാൻ അവിടെ ജസ്റ്റ് 2 കല്ല് വെച്ചത്. കാരണം അങ്ങനെ കയറി പോകാനുള്ളൊരു എന്തായാലും വണ്ടിക്കില്ലല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് ഈ കല്ലിൻ്റെ മുകളിൽ കൂടെ ക്രൗൾ ചെയ്തൊന്ന് കയറി നോക്കാം. വണ്ടിയുടെ ആർട്ടിക്കുലേഷൻ കണ്ടോ. വണ്ടി പുഷ്പം പോലെ കയറിപ്പോയി. നമുക്കൊരു വണ്ടിയിൽ നിന്ന് ഇറക്കി നോക്കാം. അടുത്തായിട്ട് നമ്മുടെ ക്യാമൽ ട്രോഫി മോഡൽ ഡിഫൻഡർ നമുക്ക് എങ്ങനെ ക്രൗൾ ചെയ്ത് പോകുന്നത് നമുക്ക് നോക്കാം. കേട്ടോ, ഇതിന് നമുക്ക് ഡിഫറൻഷ്യൽ ലോക്കൊന്നും ഇല്ലാത്തതുകൊണ്ടും വണ്ടിക്ക് വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്കത് കണ്ടാൽ മനസ്സിലാവും. വണ്ടിക്ക് വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് കയറാൻ ഭയങ്കര പാടാണ്. ആ ജമ്പിങ് നിങ്ങൾക്കിപ്പോൾ ഫീൽ ചെയ്യണ്ടോ. വണ്ടി നമ്മളിപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ വണ്ടി തന്നെ ഊർന്നിറങ്ങി ഇങ്ങോട്ട് പോരുവാണ്. അതാണ് അതിൻ്റെ ഒരു ഡ്രോബാക്കാണത്. റെഡി മതി മതി. ഒന്ന് പയ്യെ നീല അപ്പം കൊടുക്ക്.